പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ജനറൽ കൺവെൻഷനിൽ 73ാമത്തെ ജനറൽ കൺവെൻഷനിൽ കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ സാക്ഷ്യമായി നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് തന്ന ആരോഗ്യത്തിനും അവസരത്തിനും സന്ദർഭത്തിനും സകല മാനവും മഹത്വവും പുകഴ്ചയും ദൈവത്തിന് കൊടുക്കുന്നു. ഇന്ന് രാത്രിയിൽ ഐശ്വര്യമായി ഈ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അധ്യാപകനും കൂടായ കർത്താവിൻ്റെ ദാസൻ തോമസ് ഒട്ടി പാസ്റ്ററെ ഓർത്തത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്ന് രാത്രി ഞാനായിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് ഒട്ടും കുറവില്ല. ഈ പ്രസ്ഥാനത്തിന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നേതൃത്വം കൊടുക്കുന്ന, ഞാൻ പ്രതിതുല്യം സ്നേഹിക്കുന്ന ആദരണീയനായ കർത്തൃഭൃത്യന്മാർ, എൻ്റെ പുറകിലിരിക്കുന്ന ശ്രേഷ്ഠരായ ദൈവദാസന്മാർ, ശുശ്രൂഷ പരിചയം കൊണ്ടും ഹല്ലേലൂയ ശുശ്രൂഷയുടെ ആഴമേറിയ വചനത്തിൻ്റെ ശബ്ദം കൊണ്ടും നമ്മെ ശക്തമായി ദൈവവചനം പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരും ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി കൗൺസിലിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയമായി നന്ദി അറിയിക്കുകയാണ്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് UK അയർലൻഡിലെ എല്ലാ ദൈവദാസന്മാരുടെയും എല്ലാ ദൈവമക്കളുടെയും എക്സിക്യൂട്ടീവിൻ്റെയും ആദരവും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും ഞങ്ങളുടെ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഇന്ന് രാത്രി സ്വർഗത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ദൈവവചനം വളരെ കൊതിയോടെ 5:30 തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഇതിനകത്ത് കയറി വന്ന കർത്തൃദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ബന്ധുക്കൾ, എൻ്റെ സ്നേഹിതർ, ഇന്ന് പകൽക്കാലം എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, കഴിഞ്ഞ അന്ത്യരാത്രിയിലും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴമേറിയ ശബ്ദങ്ങൾ ദൈവദാസന്മാർ അവരുടെ പ്രാർത്ഥനാ റൂമിൽ മുട്ടുമടക്കിയപ്പോൾ ആത്മനിയോഗത്തിൽ കൈമാറി. ഇന്ന് രാത്രിയിലും അതേ ശബ്ദത്തിന് കുറവ് വരത്തില്ല. ആത്മമണ്ഡലത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ശക്തിയോടെ വായ തുറന്ന് ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ജീവനുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിക്കും. മരിച്ചവരും അവനിരിക്കുന്നവരും ആരും ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ ആയുഷിന്റെ മധ്യേ പിതാക്കന്മാർ കാണാത്ത, നമുക്ക് കാണാൻ കഴിയാത്ത ഒരു രാത്രിയും കൂടെ സ്വർഗം നമ്മെ ഇതിനകത്ത് നടന്നു കയറുവാൻ ദൈവം ഭാഗ്യം തന്നെങ്കിൽ, ജീവനുള്ളവരായി ഇതിനകത്ത് കയറി വന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന കർത്താവ്, നമ്മുടെ ചിന്തകളെ അറിയുന്ന കർത്താവ്, 2 or 3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യ എഴുന്നള്ളാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങൾ അകത്തേക്ക്, നമ്മുടെ ചിന്തകൾ അകത്തേക്ക്, നമ്മുടെ ചിന്തിക്കുന്നതിനപ്പുറമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം ഇതിനകത്ത് ചലിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ ശക്തിയോടെ എൻ്റെ കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ 5 ദിവസവും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവചനം ശക്തിയോടെ സംസാരിപ്പാനിടയായി തീർന്നു. അത് പകലും രാത്രിയിലും ദൈവത്തിന് സ്തോത്രം ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ നമ്മോട് സംസാരിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിലും എന്നിൽ ശ്രേഷ്ഠനായ ഒരു ദൈവദാസൻ എൻ്റെ പുറകിൽ ദൈവവചനം സംസാരിപ്പാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ആ ദൈവദാസൻ്റെ സമയം കവർന്നെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും തിടുക്കത്തോടും എന്നെ ഏൽപ്പിച്ച ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് ദൈവത്തിന് സ്തോത്രം, നിത്യ തേജസ് പ്രാപിപ്പാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവസ്നേഹത്തിന്റെ പങ്കിനെ കുറിച്ച് പ്രസംഗിക്കാനാണ് ഇന്ന് രാത്രി ഞാൻ തന്നത്. ഇന്ന് രാത്രി ഈ സബ്ജക്റ്റ് പ്രസംഗിക്കണമെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് തീരത്തില്ല. അത്രത്തോളം ആഴമേറിയ ഒരു ശബ്ദമാണ് ഇന്ന് രാത്രി എനിക്ക് തന്നത്. ഞാൻ വിശ്വസിക്കുന്നു, സർവശക്തനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി എൻ്റെ മേൽ വെളിപ്പെടുവാൻ, ഈ വചനത്തിന്മേൽ വെളിപ്പെടുവാൻ, ആത്മനിയോഗത്തോടെ ഏറ്റെടുക്കാൻ കഴിയുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ഞാൻ ഒരു കാര്യം കൂടെ ദൈവം സമർപ്പിച്ചോട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്നത് പൂൾ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന ഹല്ലേലൂയ ഇംഗ്ലണ്ടിലെ സൗത്ത് വെസ്റ്റ് എന്നൊരു സ്ഥലത്താണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കർത്താവിൻ്റെ കൃപയാൽ എന്നോട് ചേർന്ന് പ്രവർത്തിപ്പ 2 സഹശുശ്രൂഷന്മാരെ എനിക്ക് തന്നിട്ടുണ്ട്. അവിടെയുള്ള ദൈവമക്കൾ, അവിടെയുള്ള ദൈവദാസന്മാർ ഹല്ലേലൂയ പ്രത്യേകാൽ ക്രിസ്തീയ വന്ദനം ദൈവസഭയ്ക്ക് അറിയിക്കുകയാണ്, ആശംസകൾ അറിയിക്കുകയാണ്. ഇവിടെയുള്ള ദൈവദാസന്മാർ പലരും ഇവിടെ കന്നു കാണുവാനും ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കാളിയാകുവാനും ദൈവം
അവസരങ്ങളെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ഈ UK വരുന്ന, അയർലൻഡിലേക്ക് വരുന്ന ദൈവദാസന്മാരുടെ മക്കൾ, ദൈവമക്കൾ, പ്ലീസ് അവിടെയുള്ള നമ്മുടെ ചർച്ചുകളെ കോൺടാക്ട് ചെയ്ത് അവിടെ ആരാധനയ്ക്ക് കടന്നു പോകണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നല്ല. അവിടെ ഒരു പ്രവർത്തനത്തിന് സാധ്യതയുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്നും താഴ്മയായി ഞാൻ ദൈവത്തിൽ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. നിത്യ തേജസ് പ്രാപിപ്പാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവസ്നേഹത്തിൻ്റെ പങ്ക് ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിപ്പാൻ ഇടയാകട്ടെ. അതിനെ ആധാരമാക്കി അനുഗ്രഹിക്കപ്പെട്ട വചനം എനിക്ക് തന്നിട്ടുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ ശബ്ദമുയർത്തി ദൈവത്തിൽ വായിക്കും. റോമർ ചാപ്റ്റർ 8 verse 16 and 17. Praise God. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ. ആ മൈക്ക് ഓണാക്കി കൊടുക്കാൻ ഇവിടെ പറയുന്നു. നാം ദൈവത്തിൻ്റെ മക്കളെന്നും ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. മൈക്ക് എടുത്തൊന്ന് വായിക്കാം. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നു, നാം ദൈവത്തിന്റെ മക്കളെന്നും ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു. എന്താണ് അടുത്ത വാക്ക്? ശ്രദ്ധിച്ച് ഒരുമിച്ച് വായിക്കാൻ കഴിയുന്ന വായിച്ചാട്ടെ. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുക അത്രേ. ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ 5 രാത്രിയിലും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ എങ്ങനെ കഷ്ടം അനുഭവിക്കുന്നു, എന്തിനു വേണ്ടി കഷ്ടം അനുഭവിക്കുന്നു എന്നുള്ളതാ അല്ലെങ്കിൽ നമ്മോട് വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വന്നു എന്ന് നമുക്ക് പ്രാരംഭമായി ഒന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് അല്ലെങ്കിൽ അനേക സന്ദർഭങ്ങളിൽ, അനേക സാഹചര്യങ്ങൾ, പല മേഖലയിൽ ദൈവദാസന്മാരിലൂടെ അല്ല ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി, നമ്മുടെ കണക്കൂട്ടലിനപ്പുറമായി സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേൽ വന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇതിൻ്റെ അകത്ത് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവസന്നിധി ആത്മാവ് തന്നെ ആത്മാവോട് സാക്ഷ്യം പറഞ്ഞ് ഇതിനകത്ത് കൊണ്ടുവരുവാൻ സ്വർഗം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം എങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു? ഒന്നാമത്തെ ചോദ്യം, നമ്മൾ എങ്ങനെ ദൈവത്തിൻ്റെ മക്കളായിരുന്നു? റോമാലേഖനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പൗലോസ് ശക്തമായി എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായം അതിൻ്റെ 3-ാം അധ്യായം 20 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ജാതികളായിരുന്നു, യഹൂദന്മാരായിരുന്നു, യൗവനന്മാരായിരുന്നു. എന്നാൽ ഒരു വിധത്തിലും രക്ഷ പ്രാപിപ്പാൻ അല്ലെങ്കിൽ മാനുഷികമായി നോക്കിയാൽ അല്ലെങ്കിൽ നീതീകരണത്തിലേക്ക് വരുവാൻ ഒരു കാരണവശാലും സാധ്യതയില്ലായിരുന്നു. എന്നാൽ 3-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ നമ്മളുടെ അവസ്ഥകൾക്ക് മാറ്റം വന്നു, സ്ഥിതികൾക്ക് മാറ്റം വന്നു. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ സ്നേഹം, യേശുക്രിസ്തുവിന്റെ സ്നേഹം ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മൾ പാപിയായിരുന്നപ്പോൾ, നമ്മൾ ദോഷിയായിരുന്നപ്പോൾ, നമ്മൾ പുറംപറമ്പിൽ കടന്നപ്പോൾ, നമ്മൾ ആർക്കും കൊള്ളാത്തവരായിരുന്നപ്പോൾ എൻ്റെ കർത്താവിന്റെ സ്നേഹം നമ്മെ കാലാകാലങ്ങളിൽ തേടി വന്നു നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് നമ്മോട് മനസ്സലിൽ തോന്നിയെങ്കിൽ എന്ന് രാത്രി ദൈവസന്നിധിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ കർത്താവിനോട് പറയണം, എൻ്റെ യോഗ്യത നോക്കിയിട്ടല്ല കർത്താവിനെ സ്നേഹിച്ചത്, എൻ്റെ കഴിവ് നോക്കിയിട്ടല്ല കർത്താവിനെ സ്നേഹിച്ചത്, എന്റെ കർത്താവ് പറമ്പിൽ കിടന്നപ്പോഴാണ്, ഒരു യോഗ്യതയും പറയാൻ കഴിയാതിരുന്നപ്പോൾ എൻ്റെ കർത്താവിന്റെ സ്നേഹം എൻ്റെ മേൽ വന്നു. ദൈവവചനം പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എവിടെ കടന്നവരായിരുന്നു വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം. 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം വെളിച്ചമാകുന്നു. അപ്പോൾ നമ്മൾ ദൈവം വെളിച്ചമായിരുന്നപ്പോൾ നമ്മൾ എവിടായിരുന്നു? നമ്മൾ ഇരുട്ടിൽ കിടന്നവരായിരുന്നു. എങ്ങനെ ഇരുട്ടിൽ കിടന്നു? അന്ധകാരത്തുനിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ തിരഞ്ഞെടുക്കുവാൻ കരുണാസമ്പന്നനായ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മുടെ ഇരുട്ടിന്റെ അവസ്ഥകളെ, നമ്മുടെ കണ്ണുകളെ കുരുടായിട്ടെടുത്ത് നമ്മൾ കാണാൻ കഴിയാതെ അന്ധകാരത്തെ കിടന്നു നിന്ന് നമ്മെ കർത്താവിന്റെ സ്നേഹത്താൽ, കർത്താവിന്റെ കൃപയാൽ നമുക്ക് ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വരുവാൻ സ്വർഗ്ഗം നമുക്ക് ഭാഗ്യം തന്നു.
പൗലോസ് ഒന്നും കൂടെ അത് വ്യക്തമായി പറയുന്നുണ്ട് ദൈവമക്കളെ. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 5 മുതൽ ചില വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ച്, റോമർ ചാപ്റ്റർ 5 വേഴ്സ് 5 വേഗത്തിലൊന്ന് വായിക്കാം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. വായിച്ചാട്ടെ. അവന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവമക്കളെ ശ്രദ്ധിക്കുക, കർത്താവിന്റെ കൃപയാൽ ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു. എങ്ങനെ തന്നു? താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ടോ, നമ്മൾ അബദ്ധരായിരുന്നപ്പോൾ കർത്താവ് സ്നേഹിച്ചു. ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചാട്ടെ. റോമലേഖനം 5-ാം അധ്യായം അതിന്റെ 5 മുതൽ ചില 6 മുതൽ വാക്യങ്ങൾ വായിച്ചാട്ടെ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അബദ്ധർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം. ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ എന്ത് ചെയ്തു? പ്രദർശിപ്പിച്ചു. ഒന്ന് വായി തുറന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ സ്നേഹം നമ്മുടെ മേൽ പ്രദർശിപ്പിച്ചു. ഉള്ളിൽ വെച്ചതല്ല, പ്രദർശിപ്പിച്ചു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേൽ പ്രദർശിപ്പിച്ചത് എങ്ങനെയാണെന്ന് ദൈവവചനം പഠിക്കുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മളത് വ്യക്തമായി കാണുന്നുണ്ട്. അതിക്രമത്തിൽ കിടന്ന നമ്മെ, വേഗത്തിൽ അടുത്തെങ്കിലും വായിക്കാം, അതിക്രമത്തിൽ കിടന്ന നമ്മെ, പാപത്തിൽ കിടന്ന നമ്മെ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം തന്നെ എന്ന രാത്രി തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, എന്നെ സ്നേഹിച്ചത് ഞാൻ അബദ്ധനായിരുന്നപ്പോഴാണ്, എന്നെ വീണ്ടെടുത്തത് എന്റെ കുറവുകൾ നോക്കിയിട്ടാണ്, എന്റെ ബലഹീനതകൾ നോക്കിയിട്ടാണ്, എന്റെ ചിന്തകൾ അറിഞ്ഞിട്ടാണ്. എന്റെ ബലഹീനതകളെ അറിഞ്ഞ കർത്താവ് ആ മഹാസ്നേഹം എന്റെ മേൽ വന്നു എന്ന രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ, ആത്മമണ്ഡലത്തിൽ ഒരിക്കൽ കൂടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നെങ്കിൽ, നാം ദൈവ പൈതലാണെങ്കിൽ എന്ന രാത്രി ശ്രദ്ധയോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നമ്മൾക്ക് ഒരു യോഗ്യതയില്ലായിരുന്നിടത്ത് കർത്താവിന്റെ സ്നേഹം നമ്മുടെ മേൽ വന്നു. അല്ലെങ്കിൽ ഒരു പൗരത്വം, ഇസ്രായേലിലൂടെ ഒരു പൗരത്വമില്ലായിരുന്നപ്പോൾ, അബദ്ധരായിരുന്നപ്പോൾ, നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് അതിക്രമത്തിൽ കിടന്നപ്പോൾ, പാപത്തിൽ കിടന്നപ്പോൾ, കുഴഞ്ഞ ചേറ്റിൽ കിടന്നപ്പോൾ സർവശക്തനായ ദൈവം നമ്മെ സ്നേഹിപ്പാനിടയായി തീർന്നു. അന്ന് മുതൽ കർത്താവിന്റെ കൃപയാൽ, ആ വചനത്തിൽ നിന്ന് കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെയാണ് രക്ഷയുടെ സന്തോഷം അകത്ത് തന്നു ദൈവ പൈതലെന്ന് വിളിക്കപ്പെടുവാൻ, ദൈവ മകളെന്ന് വിളിക്കപ്പെടുവാൻ കരുണാസമ്പന്നനായ ദൈവത്തിന്റെ സ്നേഹം ആഴമായി നമ്മെ തേടി വന്നെങ്കിൽ, അതിന്റെ അളവറ്റ വലിപ്പം തിരിച്ചറിയാൻ കഴിയാതെ പലപ്പോഴും നമ്മുടെ കണ്ണ് കുരുടാക്കിയിരിക്കുമ്പോൾ, ആ ദൈവ സ്നേഹം ഓർക്കുമ്പോൾ എന്ന് രാത്രി എത്ര നന്ദി പറഞ്ഞാലും, എത്ര ദൈവത്തെ സ്തുതിച്ചാലും വരികയില്ല. ആ ദൈവത്തെ നന്ദിയോടെ ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഈ ദൈവദയ സ്നേഹം തിരിച്ചറിഞ്ഞ ദൈവമക്കളാണെന്ന് തിരിച്ചറിഞ്ഞു. അവർ ദൈവമായിട്ട് അഭേദ്യമായൊരു ബന്ധമുണ്ട്. നമുക്കറിയാം, ഹല്ലേലൂയ, ശാസ്ത്രലോകം കണ്ടുപിടിച്ചിരിക്കുന്നത് 96 ഹല്ലേലൂയ വാതകങ്ങളുണ്ടെന്നാണ്. നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ അനേക ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ വാതകങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് 2 വാതകങ്ങൾ അവൻ്റെ ഹല്ലേലൂയ ഉണ്ട്. കാരണം അവൻ പുറപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അവൻ ശ്വസിക്കുന്നത് ഓക്സിജനാണ്. നമുക്കറിയാം, നമ്മൾ പുറപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ദൈവത്തിന്റെ സ്തോത്രം ഈ പ്രകൃതി സംബന്ധമായ നിലനിൽക്കുന്ന വൃക്ഷങ്ങൾക്ക് അത് മനോഹരമായി നിലനിൽക്കുവാൻ കഴിയുന്നു. അപ്പോൾ തന്നെ പ്രകൃതിയിൽ നിന്ന് പുറപ്പെടുന്ന ഓക്സിജൻ നമ്മുടെ ജീവനെ നിലനിർത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ, ജീവൻ നിലനിർത്തുന്ന ഒരു മേഖലയുണ്ട്, ജീവൻ കൊടുക്കാൻ കഴിയുന്ന ഒരു മേഖലയുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയണം, നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം നിലനിൽക്കാനല്ല, ഇന്ന് രാത്രി അകത്തേക്ക് ഓക്സിജൻ വസിച്ചെങ്കിലേ ആ ജീവൻ നിലനിൽക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഹൃദയത്തിന്റെ അകത്ത് ചിന്തിക്കുന്ന ദൈവമക്കൾ ആത്മമണ്ഡലത്തിൽ തിരിച്ചറിയണം, ഞാനൊരു ദൈവ പൈതലാണ്. ആത്മാവോട് സാക്ഷ്യം പറയുക. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ഇന്ന് രാത്രി ഞാൻ ശ്വസിക്കുന്ന ശ്വാസം സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി വെളിപ്പെടുത്തിയതാണെങ്കിൽ, അതേ ആത്മമണ്ഡലത്തിൽ എന്റെ ജീവൻ നിലനിർത്തുന്ന, ദൈവത്തിന്റെ ജീവൻ നിലനിർത്തുന്ന, ദൈവ സ്നേഹം നിലനിർത്തുന്ന ഒരു നിയോഗം അല്ല, ഒരു പദ്ധതി അല്ല, കർത്താവിന്റെ സ്നേഹം എന്റെ മേൽ തേടി വന്നതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക. ദൈവസ്നേഹം തിരിച്ചറിഞ്ഞവരാരും
ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കത്തില്ല. നമുക്കറിയാം ദൈവസ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, പൗലോസ് തന്നെ പറഞ്ഞത് അനേക സംഭവങ്ങൾ അതിനകത്ത് വിവരിക്കുന്നുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പറയട്ടെ. ഞാനൊരു ഒരു അനുഭവം പറയാം, ഇന്നും നടക്കുന്ന ഒരു അനുഭവം പറയാം. ഹല്ലേലൂയ, ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ സ്തോത്രം, റാന്തി എന്ന പട്ടണത്തിൽ ഒരു മനുഷ്യൻ ജർമ്മനിയിലേക്ക് കുടിയേറി പാർത്തു. അവിടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ബിസിനസ് ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ആ ബിസിനസ് തകർക്കപ്പെട്ടു. തന്നൊരു ആക്സിഡന്റിൽ ഹല്ലേലൂയ പെട്ടുവീണവരെയായി തീർന്നു. 2 കാലിനും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഒരു സമയത്ത് റെനോഡോ ബോങ്കയുടെ ഒരു മെസ്സേജ് കേൾക്കുവാൻ ആ മനുഷ്യൻ കടന്നുപോയി. ആ മെസ്സേജിൽ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. ചില നാളുകൾക്ക് ശേഷം താൻ ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി പാർത്തു. ഇന്ന് ഏകദേശം 84 വയസ്സ്, 85 വയസ്സുണ്ട്. ലണ്ടൻ പട്ടണത്തിൽ ലണ്ടൻ ടവർ ഫ്രിഡ്ജിൻ്റെ അടുത്ത് അവിടെ ഒരു മനുഷ്യൻ ഒരു പ്ലഗ് കാർഡുമായി പിടിച്ചു നിൽപ്പുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവത്തെ പ്രിയപ്പെട്ടവനാണ്. ഞാൻ വളരെ പ്രതിതുല്യം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ പേരും നാളും പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ -2 ഈ മനുഷ്യൻ പ്ലഗ് കാർഡുമായി പിടിച്ചോടെ നിൽക്കും. അനേകരെ കാണും, വായിക്കും. ചിലർ അവിടുത്തെ രീതികളൊന്നും ഞാൻ പറയുന്നില്ല. ചിലർ ഷൂ കൊണ്ട് ചവിട്ടും. പല ബുദ്ധിമുട്ടുകളും ആ മേഖലകൾ അനുഭവിക്കാറുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെ മണിക്കൂറുകളോളം എത്ര തണുപ്പായാലും എത്ര ബുദ്ധിമുട്ടായാലും ഈ പ്ലഗ് കാർഡും പിടിച്ചു നിൽക്കും. എന്തെന്ന് ചോദിച്ചാൽ ആ മനുഷ്യനെ ദൈവമാക്കി, ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിലേക്ക് വന്നപ്പോൾ ആ മനുഷ്യന് പ്രായം നോക്കാൻ പറ്റിയില്ല. ആ മനുഷ്യന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. അവർ ഈ സ്നേഹത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ലോകത്തോട് അറിയിക്കാൻ ഒരു സന്ദേശം അറിയിച്ചു. മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മധ്യേ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. ഈ ദൈവത്തെ അറിയുവാൻ, ഈ ദൈവത്തെ സ്നേഹിപ്പാൻ തെരഞ്ഞെടുത്ത ദൈവമക്കൾക്ക് ശക്തിയോടെ വിളിച്ചു പറയാൻ കഴിയും. ഇന്ന് രാത്രി തെരഞ്ഞെടുത്ത് നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തത് ആലയത്തിനകത്ത് കൈയടിച്ച് ഒതുക്കാനല്ല, ഈ സ്നേഹം പ്രദർശിപ്പിക്കാനാ, ഈ സ്നേഹം പങ്കുവെക്കാനാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യാം. അങ്ങനെ പങ്കുവെക്കാൻ തുടങ്ങുമ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവെക്കാൻ തുടങ്ങുമ്പോൾ അനവധി കഷ്ടങ്ങൾ ജീവിതത്തിൽ വരാം. കഴിഞ്ഞ ദിവസങ്ങൾ അനേക സാക്ഷ്യങ്ങൾ ഇവിടെ കേൾക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ ഈ സ്നേഹം കുറവാൻ സാധ്യതയുണ്ട്. മനുഷ്യമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടങ്ങൾ നമ്മെ വല്ലാതെ ഞരക്കാറുണ്ട്. പല ബുദ്ധിമുട്ടുകൾ നമ്മെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന്, വിശ്വാസ ജീവിതത്തിൽ നിന്ന്, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് നമ്മെ പുറകോട്ട് വലിക്കാറുണ്ട്. ഒത്തിരി വാക്യങ്ങൾ അതിനോടൊക്കെ ചേർന്ന് വായിക്കണമെന്നുണ്ട്. എൻ്റെ സമയം മുമ്പിലില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പറയട്ടെ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവ് ഹല്ലേലൂയ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ലെങ്കിൽ, ചെവി കേട്ടിട്ടില്ലെങ്കിൽ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത വിധത്തിൽ ദൈവം നമുക്ക് വേണ്ടി കരുതി നമ്മുടെ കഷ്ടങ്ങളുടെ നടുവിൽ, അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടിയാവരിക്കുമെന്നുള്ള ചിന്ത അകത്ത് വന്ന ഈ കഷ്ടങ്ങൾ സാരമില്ലെന്ന്, ഈ ബുദ്ധിമുട്ടുകൾ സാരമില്ല, ഈ സ്നേഹം അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികൾ, ഈ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ എന്നെ തളർത്താനല്ല, എന്നെ നിത്യതയെ എത്തിക്കാനെന്ന് ഉറപ്പകത്ത് വന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മമണ്ഡലത്തിൽ അല്പസമയം ദൈവത്തെ സ്തുതിക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാൻ അത് വിശ്വസിക്കുകയാണ്. കഷ്ടങ്ങൾ നമ്മെ തകർക്കുവാനല്ല, ബുദ്ധിമുട്ടുകൾ നമ്മെ ഹല്ലേലൂയ ഇല്ലാതാക്കാനല്ല. നമ്മൾ വായിച്ച വാക്യത്തിന്റെ അവസാന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിനോട് കൂട്ടവകാശികളാകുന്ന നാം അവനോട് കൂടെ തേജസ്വീകരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. Praise the Lord. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കഷ്ടം അനുഭവിക്കാൻ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ചില മേഖലകളുണ്ട്. കഷ്ടങ്ങൾ വരുമ്പോൾ കർത്താവിന്റെ പിറുപിറുക്കാനല്ല, അതിൻ്റെ നടുവിനകത്തൊരു വിടുതലുണ്ടെന്ന് ഉറപ്പ് വരണം. ദൈവത്തിന് സ്തോത്രം. കഷ്ടങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ ദൈവത്തോട് ചോദ്യം ചെയ്യുവാനല്ല, കർത്താവ് നമുക്ക് അനുകൂലമെന്ന് പറയണം. ദൈവത്തിന് സ്തോത്രം. വേഗത്തിൽ വായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായം അതിന്റെ 31-32 വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. 31-32 വാക്യങ്ങൾ, എനിക്ക് തന്ന വാക്യങ്ങളൊന്നും ഞാൻ അധികം വായിപ്പിച്ചിട്ടില്ല. വേഗത്തിൽ ഒന്ന് വായിക്കാം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? Praise the Lord. ദൈവത്തിന് സ്തോത്രം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. എത്ര പേര് ആമേൻ പറയും? എത്ര പേര് ആമേൻ പറയും? കഷ്ടങ്ങൾ കൊണ്ട് നമ്മെ തകർക്കുന്ന ഒരു ദൈവമല്ല, ദൈവം നമുക്ക് അനുകൂലമാണ്.
എത്ര പേര് സ്തോത്രം പറയുന്നു എനിക്കറിയത്തില്ല. പക്ഷേ ദൈവം എനിക്ക് അനുകൂലമായിരുന്നു. ഇന്ന് ഇതിൽ നിൽക്കുമ്പോൾ എൻ്റെ കഷ്ടത എന്നെ തകർത്തതല്ല, എൻ്റെ കഷ്ടത എന്നെ വിടിവിച്ചൊരു ദൈവമുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിൽ എനിക്ക് ദൈവമക്കളെ ഒരു സൈഡ് തളർന്ന് കിടക്കേണ്ടവനായി എന്നെ എൻ്റെ ദൈവം വിടിവിച്ച് പുറത്തെടുത്ത് ഇന്ന് രാത്രി ഇവിടെ നിർത്തിയെങ്കിൽ എൻ്റെ കഷ്ടത എന്നെ തകർക്കാനല്ല, ദൈവം എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് എൻ്റെ ദൈവം എന്നെ വിടിവിച്ച് ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും പ്രതികൂലങ്ങളുണ്ട് മക്കളെ. ജഡം നമുക്ക് അനുകൂലമല്ല, ജഡം നമുക്ക് പ്രതികൂലമാ. ലോകം നമുക്ക് അനുകൂലമല്ല, ലോകം നമുക്ക് പ്രതികൂലമാ. ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനങ്ങൾ നോക്കിയാൽ നമുക്ക് പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? എത്ര പേര് ആമേൻ പറയുന്നത് എനിക്കറിയത്തില്ല. ഇതിനകത്ത് ദൈവം അനുകൂലമായി വെളിപ്പെട്ട് വന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നദ്ധ കണ്ണുനീരോടെ പറയാൻ കഴിയട്ടെ, എൻ്റെ ജീവിതത്തിൻ്റെ ചില മേഖലയിൽ ഞാൻ ഒറ്റപ്പെട്ടെന്ന് തോന്നിയപ്പോൾ, വല്ലാത്ത സാഹചര്യം തകർന്നെന്ന് നോക്കിയപ്പോൾ എൻ്റെ ദൈവം എനിക്ക് അനുകൂലമായി വന്നത് കൊണ്ട് ഇതിനകത്ത് ഞാൻ വന്നത്. എൻ്റെ ജീവിതത്തിൽ വന്ന രോഗം എന്നെ തകർത്തില്ല, എൻ്റെ ജീവിതത്തിൻ്റെ രോഗം എന്നെ മാറ്റപ്പെടുത്തിയില്ല. എന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കൾ അകത്തളങ്ങളുണ്ടെങ്കിൽ ആത്മമണ്ഡലത്തിൽ ദൈവത്തോട് പറ, ദൈവം എനിക്ക് അനുകൂലമാ, ദൈവം എനിക്ക് അനുകൂലമാ. എത്ര പേര് വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല. എന്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ പിശാച് പലപ്പോഴും പദ്ധതി നോക്കിയപ്പോൾ ദൈവം എനിക്ക് അനുകൂലമായി വന്നു. ദൈവം അനുകൂലമായി നിൽക്കുന്നവരെ ദൈവം ഇതിന്റെ ജീവിതത്തിൽ ലോകം മുഴുവനും എതിരായി തീർന്നാലും നീ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. നീ ഭയപ്പെടേണ്ട. എത്ര പേര് ആമേൻ പറയുന്നത് എനിക്കറിയത്തില്ല. ഈ ലോകം മുഴുവൻ എതിരായി തീരട്ടെ, നിയമം മുഴുവൻ എതിരായി തീരട്ടെ, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ? ദൈവദാസനെ, ദൈവദാസന്മാരോട് പറയാ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ലോകം മുഴുവനും എതിരായാലും എന്റെ ദൈവം നിനക്ക് അനുകൂലമായുണ്ടെങ്കിൽ, സർവശക്തനായ ദൈവം നിന്റെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ താണു പോകത്തില്ല. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ ദയ നിന്റെ മേൽ എപ്പോഴും ഉണ്ടാകും. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങൾ നമ്മൾ പഴയ നമ്മ ചരിത്ര പശ്ചാത്തലങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം. യോസഫിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ പല പ്രാവശ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ദൈവത്തെ മക്കളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ദൈവം അനുകൂലമായിട്ടാണോ യോസഫ് പൊട്ടക്കിണർത്തി വീണത്? ദൈവം അനുകൂലമായിട്ടാണോ യോസഫ് ജയിലിൽ പോകേണ്ടി വന്നത്? ദൈവം അനുകൂലമായിട്ടാണോ ജോസഫ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പോത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് ഓടേണ്ടി വന്നത്? പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ദൈവം അനുകൂലമായിരുന്നു. ജോസഫിനെ പുറത്തെടുത്തപ്പോൾ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ ഞാൻ ഒരു കാര്യം അതിനോട് ചേർന്ന് പറയട്ടെ. ഈ പ്രതികൂലങ്ങൾ വന്നപ്പോൾ ജോസഫ് അതിനകത്ത് ആ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതിനകത്ത് എഴുതിയിട്ടില്ല ജോസഫ് പൊട്ടക്കിണറ്റി വീണത് കരഞ്ഞതായിട്ട്, ജയിലിൽ കിടന്ന് കരഞ്ഞതായിട്ട് എഴുതിയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പോത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കരഞ്ഞതായിട്ട് എഴുതിയിട്ടുണ്ടോ? പക്ഷെ ജോസഫ് കരഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്നറിയാമോ? വാഗ്ദത്ത നിവർത്തിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, വാഗ്ദത്ത നിവർത്തിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, മന്ത്രിസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സഹോദരന്മാരെ കണ്ടപ്പോൾ അവൻ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ബെന്യാമിനെ കണ്ടപ്പോൾ അവൻ കരഞ്ഞു. യാക്കോബിനെ കണ്ടപ്പോൾ അവൻ കരഞ്ഞു. ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവം നിനക്ക് അനുകൂലമാകുമ്പോൾ, നീ തള്ളപ്പെട്ടിടത്ത് നിന്ന്, നീ തകർക്കപ്പെട്ടിടത്ത് നിന്ന് ദൈവം നിനക്ക് അനുകൂലമായി വരുമ്പോൾ, ആ സാന്നിധ്യം നിന്റെ മേൽ വരുമ്പോൾ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. അപ്പൊ നീ സന്തോഷം കൊണ്ട് ദൈവത്തിൽ കരയുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യാം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലമാ, എൻ്റെ കുടുംബത്തിന് അനുകൂലമാ, എൻ്റെ തലമുറയ്ക്ക് അനുകൂലമാ, എൻ്റെ ദൈവസഭയ്ക്ക് അനുകൂലമാ. ഇപ്പോഴത്തെ കഷ്ടങ്ങൾ സാരമില്ല, ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ സാരമില്ല. കർത്താവ് എന്നെ സ്നേഹിച്ചത്, എന്നെ വീണ്ടെടുത്തത് വെറുതെയല്ല. ഞാനൊരു ദൈവമാനായി തീർന്നെങ്കിൽ ലോകം എന്നെ തകർക്കത്തില്ല. എന്ന് രാത്രി എത്ര പേര് ആത്മമണ്ഡലത്തെ വിശ്വസിക്കുന്ന ദൈവമൊക്കെ അല്പസമയം ദൈവത്തോട് പറ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള നിരാശ എന്നെ താഴേക്ക് കൊണ്ടുപോകത്തില്ല, ഇപ്പോഴുള്ള പ്രതിബന്ധങ്ങൾ എന്നെ പുറകോട്ട് കൊണ്ടുപോകത്തില്ല. ദൈവം എനിക്ക് അനുകൂലമാ. ഭക്തന്മാർ പാടിയ പാട്ടുകൾ എത്ര ശ്രേഷ്ഠമാ. കഷ്ടനഷ്ടശോധനകൾ പൊന്മുഖം ഞാൻ നേരിൽ കാണും. അന്ന് ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ പാട്ടുകൾ വരാറുണ്ട്.
പക്ഷെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആത്മാവിൽ കോറി എഴുതിയ പാട്ടുകളുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം, അത് നിലനിൽക്കുന്നതാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, കഷ്ടനട്ട ശോധനകൾ പൊന്മുഖം നേരി കാണുമെന്ന് പറയാൻ എത്ര പേരുണ്ട്? ആരാണ് പറയാൻ കഴിയുന്നത്? ദൈവം അനുകൂലമായി നിൽക്കുന്ന ദൈവം ഇതിനെ പറ്റത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചില മേഖലകൾ വല്ലാതെ തകർക്കപ്പെടുമ്പോൾ, വല്ലാതെ നിരാശപ്പെടുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവം നിനക്ക് അനുകൂലമാണെന്ന് ഉറപ്പുണ്ടോ? ഇന്ന് രാത്രി കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ വാളിനോ ഇന്ന് രാത്രി ഒന്നിനും എന്റെ ദൈവ സ്നേഹത്തിനെ വേർതിരിക്കാൻ പറ്റത്തില്ല. എന്നെ ജയോത്സവമായി നിർത്തുന്ന ദൈവമുണ്ട്. സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി ഭൂമി തന്ന ദൈവം അവനോട് കൂടെ സകലതും തരാതിരിക്കുമോ? അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, എന്റെ കർത്താവിനെ എനിക്ക് വേണ്ടി തന്നെങ്കിൽ, ആ കാൽവറി എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടെങ്കിൽ, ആ കുഞ്ഞാട് എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ നന്ദി കല്യാണത്തോടെ സ്തോത്രം ചെയ്യട്ടെ. കർത്താവിനെ നമുക്ക് തരുവാൻ പിതാവായ ദൈവത്തിന് മനസ്സറിവ് തോന്നി. ദൈവത്തിന് മനസ്സറിവ് തോന്നി. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെടുകയായിരുന്നു. അംബഹാലലേശാവിന്റെ പുസ്തകത്തിൽ കർത്തൃമേശയ്ക്ക് നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ടല്ലോ, 53-ാം അധ്യായത്തിൽ വായിക്കുന്നത്, പിതാവിനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഇന്ന് രാത്രി ദൈവസന്നിധിക്ക് ദൈവമക്കളോട് ഞാൻ പറയട്ടെ, പിതാവിനെ തകർത്ത് കളഞ്ഞ എന്തിനു വേണ്ടിയാ? എന്നെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലുതാ. പിതാവിനെ ക്രൂശിൽ അപമാനവശമാക്കി. നമുക്കറിയാം, ക്രൂശ് നിമിത്തം അപമാനമായി തീർന്നു. വചനം പഠിക്കുമ്പോൾ നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, അവൻ്റെ വസ്ത്രം അവർ പങ്കിട്ടെടുത്തു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അപമാനമെന്ന് തോന്നുന്നത് അവൻ്റെ സമൂഹ മധ്യ വെച്ച് അവനെ നഗ്നനാക്കി നിർത്തുമ്പോഴാ. ദൈവമക്കളെ തിരിച്ചറിയണം, എൻ്റെ കർത്താവിനെ അപമാനമാക്കി മാറ്റിയത് അവൻ അപ്പനില്ലെന്ന് പറഞ്ഞ് അവനെ അപമാനമാക്കി മാറ്റി. എൻ്റെ കർത്താവ് പിതാവായ യഹോവയായ ദൈവം, പിതാവായ ദൈവം അവനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എന്നെ വീണ്ടെടുക്കുവാൻ, എന്നെ സ്നേഹിക്കുവാൻ, എന്നെ ഈ പാപത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ രക്തം എനിക്ക് വേണ്ടി വരേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ യഹോവയായ ദൈവം, പിതാവായ ദൈവം അവനെ തകർത്തു കളഞ്ഞു. അവനെ തകർത്ത് കളഞ്ഞപ്പോൾ ഭൂമി ഭയങ്കര ഇരുട്ടുണ്ടായെന്നാണ് നമ്മൾ വായിക്കുവാനിടയായത്. എന്തിനു വേണ്ടിയാണ് ഇരുട്ടയച്ചത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമി വലിയ ഇരുട്ടുണ്ടായെന്നാണ്. എന്തിനു വേണ്ടിയാണ് ഇരുട്ട് വന്നത്? നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. മീഖായേൽ ഇറങ്ങിയാൽ നമുക്കറിയാം എത്ര എണ്ണത്തിനെ ഒരു നിമിഷം കൊണ്ട്, മിനിറ്റ് കൊണ്ട് സംഗ്രഹിച്ച് കളയാൻ പറ്റും. എബ്രിയേൽ ഇറങ്ങിയാൽ ഒരു മിനിറ്റ് കൊണ്ട് എത്രയോ എണ്ണത്തെ സംഗ്രഹിച്ച് കളയാൻ പറ്റും. എന്നാൽ ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം, പിതാവ് ഭൂമിയിൽ ഭയങ്കര ഇരുട്ടുണ്ടാക്കി. ദൂതന്മാരുടെ മുഖമറച്ചു. തന്റെ ആരാധ്യ പുരുഷനായ യേശുവിനെ അവർ ഘോഷിക്കുന്നത് കണ്ടപ്പോൾ, അവന്റെ മുഖത്തുന്നത് കണ്ടപ്പോൾ, ആരാധനായ പുരുഷനായ എന്റെ യേശുവിനെ അവർ തുപ്പുന്നത് കണ്ടപ്പോൾ ദൂതന്മാർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇരുട്ടുകൊണ്ട് അവരെ മൂടി. ഇന്ന് രാത്രി ദൈവമക്കളെ, എനിക്കും നിനക്കും വേണ്ടിയ കർത്താവ് ക്രൂശിൽ യാഗമായെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ എന്ന രാത്രി മൗനമായിരിക്കരുത്. എന്നെ സ്നേഹിച്ചത്, എന്നെ വീണ്ടെടുത്തത്, എന്നെ പേർ ചൊല്ലി വിളിച്ചത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടത് ദൈവ സ്നേഹത്തിന്റെ മറവിലാണെങ്കിൽ എന്ന രാത്രി ആ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കാൻ ആരോടും പറയണ്ട. അവരാരും പറയണ്ട. അവർ ദൈവത്തെ ആരാധിക്കും, അവർ ദൈവത്തെ സ്തുതിക്കും, അവർ ദൈവത്തിന്റെ നന്ദി പറയും. ഈ സ്നേഹം അകത്തേക്ക് വരുമ്പോൾ, ഈ സ്നേഹം പുറത്തേക്ക് വരുമ്പോൾ അത് വിടുതലായി മാറുക. അനേകരെ സ്നേഹിക്കാൻ കഴിയും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണാൻ കഴിയും. എന്ന രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആത്മമണ്ഡലത്തിൽ അല്പസമയം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്ന രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഈ സ്നേഹത്തിന്റെ, ദൈവം തന്ന സ്നേഹത്തിന്റെ പങ്കിന്റെ ഒരാവശ്യമെങ്കിലും നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? എന്ന രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മമണ്ഡലത്തിൽ ലോകം നിനക്ക് പ്രതികൂലമായാലും, ആരെല്ലാം നിനക്കെതിരായാലും, എന്റെ ദൈവം നിനക്ക് അനുകൂലമാ. ദൈവം നിനക്ക് അനുകൂലമാ. കണ്ണീർ നാം ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം തന്നു, ഇത്ര വലിയ സ്നേഹം തന്നു, ഇത്ര വലിയ സ്നേഹം തന്നു. ആ ഉറപ്പുള്ള ദൈവമക്കളുണ്ടെങ്കിൽ അല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ. അല്പസമയം കരങ്ങളെ അടിച്ച് അല്പസമയം നന്ദി പറയട്ടെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? ഈ സ്നേഹം പുറത്തു വരുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ തകരുക, ദുഷ്ടപിശാചിക ബന്ധങ്ങൾ തകരുക. എന്ന രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ട് ആത്മമണ്ഡലത്തിൽ ആത്മാവോട് സാക്ഷ്യം പറയുന്നെങ്കിൽ എന്ന രാത്രി ശക്തിയോടെ ആത്മസമ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്ന രാത്രി ദൈവസ്ഥനിക്ക് ദൈവമക്കളോടെ പറയട്ടെ,
കഷ്ടനട്ട ശോധനയിൽ പൊന്മുഖം നാം നേരി കാണും. ഇവിടം കൊണ്ട് തീരുന്നതല്ല ക്രിസ്തീയ ജീവിതം. നമ്മെ വിളിച്ചത് ഈ ലോകത്തിൽ കുറച്ച് നന്മകൾ തന്ന് ഇവിടം കൊണ്ട് ഒതുക്കാനല്ല ദൈവമക്കളെ. അനുഗ്രഹിക്കപ്പെട്ട തീം നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ നൊടി നേരത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നമ്മളെ വെളിപ്പെടാനുള്ള തേജസ് നിത്യമായ സ്നേഹമാണ്. അത് നിത്യമായ സ്നേഹമാണ്. യേശുവിൻ്റെ മാർവോട് ചേർന്നിരുന്ന് നമ്മൾ ഒരു നാൾ എൻ്റെ യേശുവിനെ ആരാധിക്കും. നമ്മുടെ കണ്ണുനീർ അന്ന് മാറും. എങ്ങനെ കണ്ണുനീർ അന്ന് മാറുന്നത്? ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കാണുമ്പോൾ, എൻ്റെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, യേശു നമ്മെ സ്നേഹിച്ച വിധം ഓർക്കുമ്പോൾ, എന്ന് രാത്രി ആ ദൈവത്തെ ആരാധിക്കാൻ, ആ ദൈവത്തെ സ്തുതിക്കാൻ ഹൃദയവും മനസ്സുള്ളവർ അല്പസമയം ദൈവത്തിന്റെ പാദപീഠത്ത് നന്ദിയോടെ വായു തുറന്ന് ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. എന്ന് രാത്രി അങ്ങനെ മനസ്സുള്ള ദൈവമക്കൾ ഹൃദയവും മനസ്സും തുറന്ന് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. ആത്മാവിൽ അല്പസമയം ദൈവത്തെ സ്തുതിച്ചേ. ബലമുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അവർക്ക് സിയോനിലേക്ക് പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടെ അമർന്നാലും അതിനെ ജലാശയമാക്കി മാറ്റുന്ന കർത്താവ്. എന്ന് രാത്രി നിന്റെ കണ്ണുനീര്, നിന്റെ ബുദ്ധിമുട്ടുകൾ, നിന്റെ വലിയ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾ യേശുവിന്റെ സ്നേഹം കൊണ്ട് കവർ ചെയ്യുക. യേശുവിന്റെ സ്നേഹം കൊണ്ട് കവർ ചെയ്യുക. ഈ ഓർക്കുമ്പോൾ നിനക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ഓർക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. ഏത് -2 ഏത് ചൂടിലായാലും ഈ ദൈവത്തെ ആരാധിക്കാൻ കഴിയും. എന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കളുണ്ടെങ്കിൽ അല്പസമയം ശക്തിയോടെ, അല്പസമയം വായുകളെ തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ ദൈവത്തെ ഒന്ന് ആരാധിച്ചു കൊടുക്കുക. അല്പസമയം നന്ദിയോടെ. ഞാൻ വിശ്വസിക്കുന്ന ചലനമേ ദൈവ സാന്നിധ്യം ചലിക്കാൻ പോകുക. എവിടേക്കോ പലരും കൈവിട്ടു പോയത്, എവിടേക്കോ നഷ്ടപ്പെട്ടത് ഈ ദൈവസ്നേഹം തിരിച്ചു പിടിക്കാൻ പോകുക. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഈ ദൈവസ്നേഹം മടക്കി കൊണ്ടുവരാൻ പോകുക. ഈ ദൈവസ്നേഹം ഇന്ന് രാത്രി ചിലതിനെ മടക്കി കൊണ്ടുവരിക. അപ്പാ എന്ന് വിളിക്കാൻ, അപ്പാ എന്ന് വിളിക്കുവാൻ, ദൈവത്തിന്റെ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാക്കി തീർക്കുവാൻ ചിലരെ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. ചിലരെ മടക്കി വിളിച്ചുകൊണ്ടിരിക്കുക. എത്ര പേര് തയ്യാറാ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ സമയം അവസാനിപ്പിച്ചു. ഇന്ന് രാത്രി എന്നിലും ശ്രേഷ്ഠരായ ദൈവദാസൻ പുറകിൽ വരുന്നുണ്ട്. ബാക്കി കാര്യം കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കാൻ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് ദൈവമക്കളോട് പറയട്ടെ, ലോകത്തിൽ എന്തെല്ലാം വന്നാലും ഈ ദൈവസ്നേഹത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല. നിങ്ങളെ ഒറ്റപ്പെടുത്തി നിന്നിരിക്കാം, നിങ്ങളെ മാറ്റി നിർത്തി നിന്നിരിക്കാം, നിങ്ങൾക്ക് പലപ്പോഴും പ്രതീക്ഷിച്ച പോലെ പോകാൻ പറ്റത്തില്ലെന്നിരിക്കാം. എന്ന കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം ഇന്ന് രാത്രി ഹൃദയവും മനസ്സും തുറന്ന് ഈ അപ്പനോടൊന്ന് പറയാ, നിന്റെ സ്നേഹം വലിയതാ, നിന്റെ സ്നേഹം വലിയതാ യേശുപ്പ. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കളെ കരങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടെ ശക്തിയോടെ ശക്തിയോടെ ആ ദൈവത്തിന് നന്ദി പറയട്ടെ. അവസരമൊരുക്കാൻ പ്രിയപ്പെട്ടവരെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം ശ്രമിക്കുന്നു. May God bless you. Thank you, Pastor.